ആയുർവേദം ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർക്കിൻസൺസ് ഡിസീസിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. രോഗികൾക്ക് ഒരുപാട് വിഷമതകൾ സമ്മാനിക്കുന്ന ഒരു രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെങ്ങനെയാണ് നമുക്ക് ആയുർവേദ ചികിത്സകൾ വഴി ഒരു പരിധി വരെ പ്രതിരോധിക്കാനായിട്ട് കഴിയുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ ഔഷധങ്ങൾ എന്തൊക്കെ സേവിക്കേണ്ടതുണ്ട്, ജീവിത രീതിയിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തണം, ഭക്ഷണ രീതിയിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തണം, ഇത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഈ ഇഷ്യൂവിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊരു കംപ്ലീറ്റ് വീഡിയോ ആണ്. അപ്പോ തുടക്കത്തിൽ തന്നെ ഒരു ലൈക്കോട് കൂടി നമുക്കിന്ന് ടോപ്പിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വിഷമകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും പാർക്കിൻസൺസ് രോഗികൾ മാത്രമല്ല, അവരെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ബന്ധുമിത്രാദികളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ആളുകളാണ്. അപ്പോ ഇത് എന്തുകൊണ്ടാണ് വരുന്നതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത് പെർട്ടിക്കുലർ ഏജിലാണ് വരുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രായമാകുന്ന സമയത്ത് ഒരു 60 വയസ്സിന് ശേഷമൊക്കെയാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത്. പക്ഷെ നിർഭാഗ്യവശാല് 40 വയസ്സ് കഴിയുമ്പോഴും 30 വയസ്സിനോട് അടുക്കുക അല്ലെങ്കിൽ 30 വയസ്സ് കഴിയുന്ന സമയത്തൊക്കെ ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാരിലും മധ്യവയസ്കരിലും ഇത്തരം ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഇതിന്റെ പ്രധാന കാരണം പറയുകയാണെങ്കിൽ നമ്മൾ വളരെ യങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും പല ആളുകളും അവരുടെ വർക്ക് ഹോളിക് ആയിട്ട്, അതായത് ഒരുപാട് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ഇന്റലിജന്റ് ആയിരിക്കും, വിജിലന്റ് ആയിരിക്കും, അതുപോലെ തന്നെ ലക്ഷ്യബോധങ്ങളുള്ള ആളുകളായിരിക്കും. കാരണം വാദപ്രകൃതിക്കാരാണ് കൂടുതലും ഈ ഇത്തരക്കാര്. അവർക്ക് അവരുടെ വർക്ക് കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് വേണ്ടി വരുന്ന ഒരു 10-12 മണിക്കൂറോ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവരവരുടെ റെസ്റ്റിംഗ് പീരീഡ് മര്യാദയ്ക്ക് ഉപയോഗിക്കില്ല. ഉറങ്ങാനായിട്ട് ഉറക്കം അവര് കൃത്യമായിട്ട് ചെയ്യില്ല. ഉറക്കം മുളയ്ക്കാറുണ്ട്. കാര്യം അവർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും വർക്കോളിക്കായിട്ട് ഉറക്കം മുളയ്ക്കുന്ന സ്വഭാവക്കാരായിരിക്കും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പരിധി വരെ നമുക്ക് ഇത്ര നാളൊക്കെ ജോലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? അത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനെ ബാധിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഈ യങ് ഏജ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പോവുക, തീരെ ഉറക്കമില്ലാതെ, റെസ്റ്റ് ഇല്ലാതെ, ഫുൾ ടൈം വർക്ക് റിലേറ്റഡ് ആയിട്ട് തന്നെ പോകുന്ന ആളുകൾ ഉണ്ടാവും. അത്തരം ആളുകൾക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് തന്നെ വരുന്നത്. അവര് പെട്ടെന്ന് തന്നെ അവരുടെ ഒരു വാർദ്ധക്യത്തോടനുബന്ധിച്ച് തന്നെ അവർക്ക് ഇത്തരം രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ആയുർവേദത്തില് ഇതിനെ വളരെ മുൻപ് തന്നെ, അതായത് നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തില് വളരെ പ്രാചീന കാലത്ത് തന്നെ ഇതിനെ ഈ പാർക്കിൻസൺ ഡിസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 80 വാതരോഗങ്ങളിൽ ഒരു വാതരോഗമായിട്ടാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമ്മൾ പാർക്കിൻസൺ ഡിസീസിനെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് കമ്പവാദം എന്നാണ്. ഓക്കെ, അപ്പൊ ഇതൊരു വാതരോഗമാണ്, ഇതിനെ പറയുന്നതാണ് കമ്പവാദം എന്നുള്ളത്. ഇതിൻ്റെതായ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളും ചികിത്സകളും ഒക്കെ ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് അസാധ്യ രോഗത്തിന്റെ കാറ്റഗറിയിലാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പെടുത്തിയിരിക്കുന്നത്. അസാധ്യ രോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രീറ്റ്മെന്റ് കാര്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. പക്ഷെ നമുക്ക് ഇതിനെ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ ചികിത്സിച്ച് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ ഈവൻ അക്കോർഡിംഗ് ടു മോഡേണും, അതായത് നമ്മുടെ ഇംഗ്ലീഷ് മെഡിസിനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല, നിയന്ത്രിച്ച് പോകാം എന്നുള്ള ഒരു രീതി തന്നെയാണ് അവിടെയും നമ്മൾ അവലംബിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എന്തുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ള ഒരു ചോദ്യം വരാം. അപ്പൊ നമ്മുടെ ബ്രെയിൻ സെൽസുകളില് ഉണ്ടാകുന്ന ചില എനർജി വേവ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഈ വേവ്സ്, അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ന്യൂറോൺസ്, നമുക്കറിയാം ബ്രെയിൻ സെൽസിൽ ന്യൂറോൺസിൽ ഉണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ വേവ്സിൽ ഉണ്ടാകുന്ന, കാരണം അതാണല്ലേ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ സിഗ്നൽസ് കൊടുക്കുന്നത്. അപ്പൊ ആ സിഗ്നൽ കൊടുക്കാനായിട്ട് അവിടെ തടസ്സം സംഭവിക്കുകയാണ്, ആ വേവ്സിൽ തടസ്സം സംഭവിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഈ പാർക്കിൻസൺ ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് പെർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ സബ്സ്റ്റാൻഷ്യ നയാഗ്ര എന്ന് പറയുന്ന സെൽസിലാണ് ഇത്, ഈ ഒരു നാഡീകോശത്തിലാണ് നമുക്കിത് സംഭവിക്കുന്നത്, ഈ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതില് എന്താ സംഭവിക്കുന്നത്? ഡോപ്പമിൻ കണ്ടന്റ് വളരെയധികം കുറയും. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഡോപ്പമിൻ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമുക്ക് ഡോപ്പമിന്റെ അളവ് നല്ല രീതിയിൽ കുറയുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ഇനി ലക്ഷണങ്ങളിലേക്ക് കടക്കാം. എന്തൊക്കെ ലക്ഷണങ്ങളാണ് പാർക്കിൻസൺസ് രോഗിയിൽ കാണപ്പെടുന്നത്?
വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് രോഗത്തിന്റെ ഒരു തീവ്ര അവസ്ഥയിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ മെമ്മറി ലോസ് അനുഭവപ്പെടും. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ മെമ്മറി ലോസ് അനുഭവപ്പെടുന്നതോടുകൂടി ഈ പേഷ്യന്റിന് അൽസിമേഴ്സ് ഡിസീസ് ആയിട്ട് കമ്പയർ ചെയ്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ തെറ്റാണ്. പാർക്കിൻസൺസ് ഡിസീസിലെ ഏറ്റവും ലേറ്റർ സ്റ്റേജിലാണ് നമുക്ക് ഈ ഒരു മറവി രോഗം പിടിപെടുന്നത്. പക്ഷെ ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് മറവി രോഗം അൽസിമേഴ്സിൽ ഉണ്ടാവും. പക്ഷെ പാർക്കിൻസൺസിൽ അങ്ങനെ മറവിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ കൂടെ കൂടെ തുടർച്ചയായിട്ട് അതിന്റെ കാലപ്പഴക്കം കൊണ്ടൊക്കെയാണ് നമുക്ക് മറവി രോഗം വന്ന് പെടുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്പീച്ച്, നമ്മളെ സംസാര രീതിയൊക്കെ നമുക്ക് കുറയും, ശബ്ദം കുറയും, അതുപോലെ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവില്ല, കൃത്യത ഉണ്ടാവില്ല. പിന്നെന്താണ്, നമ്മള് പേഷ്യൻസിനെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ അവരെപ്പോഴും മൂകമായിട്ടിരിക്കും. അതായത് ഒരു ദുഃഖഭാവം, മനസ്സിലായോ? അങ്ങനെ ഒരു മുഖമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് അവരുടെ ഫേഷ്യൽ സ്ട്രക്ചറിനെ മാറ്റം വരുത്തും. കാരണം നമ്മൾ എപ്പോഴും മൂകമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചർ അങ്ങനെ രൂപപ്പെടും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറാനായിട്ട് കാരണമാകും. ഓക്കെ, അപ്പോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. കാരണം എല്ലായിടത്തും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങും. ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് വരും. ഉറക്കം നല്ല രീതിയിൽ കുറയും. ആദ്യമൊക്കെ ഉറക്കം കുറയും, പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ഉറക്കം തീരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറും. പിന്നെ ശബ്ദം കുറയും. പിന്നെ നടക്കുമ്പോൾ എന്താ സംഭവിക്കും? റിജിഡിറ്റി, ഭയങ്കരമായിട്ട് റിജിഡിറ്റി, സ്റ്റിഫ്നെസ്, ഇതൊക്കെ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാം. ഒട്ടും പെട്ടെന്ന് വീഴാൻ പോകുന്ന രീതിയിലായിരിക്കും നടക്കുന്നത്. ഇനി നടന്നാൽ തന്നെ കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിൽക്കാനായിട്ട് പെട്ടെന്ന് തന്നെ സഡൻ സ്റ്റോപ്പ് ആയിട്ട് നമ്മൾ നിൽക്കും. പിന്നെ നമുക്ക് നീങ്ങാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും. ചിലപ്പോൾ അവിടെ വീഴും. പലതരം വീഴ്ചകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? പിന്നെ ശോധന കുറയും. കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, എക്സ്ട്രീം കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ കുടലുകളുടെ സ്ട്രക്ചേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ കുടലുകളുടെ നെർവ്സിനെയൊക്കെ അത് ബാധിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസുകൾ വരുന്നത്. അപ്പൊ ഇതൊക്കെ വരുന്നതോടുകൂടി ബോധക്ഷയം ഉണ്ടാകും. പിന്നെ അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ് ട്രെമേഴ്സ്. അതായത് പ്രധാനപ്പെട്ട ലക്ഷണമാണ് ട്രെമേഴ്സ്, ഷിവറിങ്. നമ്മുടെ കൈയൊക്കെ ഷിവർ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ഇരിക്കുന്ന റെസ്റ്റിംഗ് ഫേസിലാണ് നമ്മൾ ഇരിക്കുന്നത്, ചിലപ്പോഴൊന്നും ഷിവർ ചെയ്യില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആയിരിക്കും ഈ ഷിവറിങ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട്, ഒരു വർക്കും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഈ ഷിവറിങ് ഉള്ളത് കൊണ്ട്. ഓക്കെ, പിന്നെ ലൈംഗിക ശേഷി, സെക്ഷുവൽ ആയിട്ടുള്ള എനർജി ഒക്കെ കുറയും, സെക്ഷുവൽ ആയിട്ടുള്ള ശേഷി കുറയും. പിന്നെ അതുപോലെ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും. ഓക്കെ, പെട്ടെന്ന് തന്നെ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും. പിന്നെ അതൊക്കെ ഡിപ്രഷനിലേക്ക് ബാധിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരുമല്ലോ, സമ്മർദ്ദം നമുക്ക് വരും. അപ്പൊ ഡിപ്രഷനിലേക്ക് വരും. പിന്നെ അതുപോലെ തന്നെ അത്തരം ബുദ്ധിമുട്ടിലേക്കൊക്കെ നീങ്ങി പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ മോഡേണിൽ ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് ഡോപ്പമിൻ ആണ്. ഡോപ്പമിൻ അവിടെ എക്സ്റ്റേണലി കൊടുക്കുകയാണ് മോഡേൺ ചികിത്സയിൽ ചെയ്യുന്നത്. അതിന് സെൻഡാപ്പ് അങ്ങനത്തെയൊക്കെ കൊടുക്കും അവര്. അപ്പൊ അത് ചികിത്സാ രീതിയിലായിട്ട് വ്യക്തമായ ഡോസേജ് കൊണ്ടാണ് അവരത് ഈ ഡോപ്പമിൻ ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. അത് ഡയഗ്നോസ് ചെയ്യുന്നത് ഫസ്റ്റ് CT സ്കാനും MRI സ്കാനൊക്കെ വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്യും. പിന്നെ അതിനുശേഷം ഡോപ്പമിൻ എക്സ്റ്റേണലി കൊടുക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ടും മോഡേൺ ചികിത്സയിൽ ചെയ്യുന്നത്. പക്ഷെ ആയുർവേദത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവിടെ സ്രോതോരോധത്തിനാണ്. അത് കാരണം ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് സ്രോതോരോധം കൊണ്ടാണ്. സ്രോതോരോധം എന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് അറിയാത്തതുണ്ടാവും. നമ്മുടെ സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജ്, അതുകൊണ്ടാണ് നമുക്ക് സ്രോതോരോധം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് ചികിത്സിക്കാനാണ് പറ്റുകയാണെങ്കിൽ നമുക്കിത് ദീർഘകാലത്തേക്ക് ആ ഒരു അവസ്ഥയിൽ കൂടെ അല്ലെങ്കിൽ ആ അവസ്ഥയിൽ ഇംപ്രൂവ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വളരെ ലേറ്റർ ഓൺ സ്റ്റേജിലൊക്കെയാണ് നമുക്ക് വരുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. പേഷ്യന്റിന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ചികിത്സകൾ അത്രയും അപൂർണമായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഷിവറിങ് ഉണ്ടാവാണ്, അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ചികിത്സിക്കാനായിട്ട് ശ്രമിക്കുക. അത് വളരെയധികം ഇംപ്രൂവ്മെന്റ് നമുക്ക് ശരീരത്തിന് അതുപോലെ ഈ ഒരു അവസ്ഥയ്ക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ പുരുഷന്മാരിലും സ്ത്രീകളിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഈ അവസ്ഥ കാണുന്നത് പുരുഷന്മാരിലാണ് എന്നുള്ളത് വളരെ വസ്തുതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ആയുർവേദ ട്രീറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്രോതോരോധമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ സ്രോതോരോധം ഇല്ലാതിരിക്കാൻ സ്രോതസ്സിലുള്ള ബ്ലോക്കേജുകൾ മുഴുവനായിട്ട് അത് മാറ്റേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്രോതസ്സിനെ മുഴുവനായിട്ട് ശുദ്ധീകരിക്കണം, അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ സ്രോതസ്സിനെയും ശുദ്ധീകരിക്കാൻ നമുക്ക് സ്വേദന ട്രീറ്റ്മെന്റ്, അതായത് നമ്മൾ എണ്ണ ഇടുക,
എണ്ണയിട്ടിട്ട് വേർപ്പിക്കുക. ആ ഒരു ചികിത്സയാണ് സ്നേഹന എന്ന് പറയുന്നത്, എണ്ണയിടുന്നതാണ്. സ്വേദന എന്ന് പറയുന്നത് വേർപ്പിക്കുന്നതിനെയാണ് സ്വേദനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് തൈലം ഇടുക, അത് നമ്മൾ പറഞ്ഞല്ലോ, പിഴിച്ചിലുകൾ നടത്തുക, അതുപോലെ തൈലം വെച്ചിട്ട് ധാര ചെയ്യുക, ധാര കോരുക, പിന്നെ അതുപോലെ ഇലക്കിഴി, പൊടിക്കിഴി, ഞവരക്കിഴി, ഓക്കെ, ഇതൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ അതുപോലെ ബസ്തി, കഷായ ബസ്തി, അതേപോലെ തൈല ബസ്തി, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നസ്യം, ഇതൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ്സുകൾ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളാണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ നമുക്ക് വാദം കുറയ്ക്കുന്ന ശമനൌഷധീസുകൾ. ഇപ്പൊ ട്രീറ്റ്മെന്റ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അവിടെ നമ്മൾ ഉള്ളിലേക്കും മരുന്നുകൾ സേവിക്കണം അല്ലെ. ഇപ്പൊ വാദം കുറയ്ക്കണം, ഇതൊരു വാദരോഗമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ വാദം കുറയ്ക്കുന്ന ചില ശമനൌഷധീസുകൾ നമ്മളവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാദം കുറയ്ക്കുന്ന ചില ശമനൌഷധീസുകൾ പേര് പറയാം. ഇന്ദുകാന്തം കഷായം, പിന്നെ അതുപോലെ തന്നെ ഭദ്രദാർവാദി കഷായം, പിന്നെ അതുപോലെ ഗന്ധർവഹസ്താദി കഷായം, രാസ്നാദി കഷായം, ദശമൂലം കഷായം, പിന്നെ അതുപോലെ തന്നെ സഹചരാദി കഷായം, മഹാരാസ്നാദി കഷായം, പിന്നെ അതുപോലെ തന്നെ പിന്നെ കപികച്ചു ചൂർണം, അതുപോലെ തന്നെ അശ്വഗന്ധാദി ചൂർണം, അശ്വഗന്ധാദി ലേഹ്യം, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ അശ്വഗന്ധ അരിഷ്ടം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഡോപ്പമിൻ, പ്രത്യേകിച്ച് കപികച്ചു ചൂർണം നമ്മുടെ ശരീരത്തിലെ ഡോപ്പമിന്റെ അളവ് കൂട്ടുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഓരോ അവസ്ഥ അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുക. ഇതെല്ലാവരും പോയിട്ട് ഇത് മാഡം മേടിക്കാൻ പറഞ്ഞു എല്ലാവരും പോയി മേടിക്കരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഓരോ അവസ്ഥ അനുസരണമാണ് ഇതൊക്കെ നിർദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും എല്ലാതും ചേരില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, പിന്നെ തൈലങ്ങളിൽ നമുക്ക് തൈലം ഇടേണ്ടി വരും. അപ്പൊ സഹചരാദി തൈലം, കൊട്ടൻ ചുക്കാദി തൈലം, അതേപോലെ തന്നെ നമുക്ക് മാഷ സൈന്ധവ തൈലം, സഹചരാദി 101 ആവർത്തി, പിന്നെ സഹചരാദി 101 ആവർത്തി, സഹചരാദി 3 ആവർത്തി. ഓക്കെ, പലതരത്തിലുള്ള ആവർത്തികൾ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ധന്വന്തരം, കൊട്ടൻ ചുക്കാദി ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രപഞ്ചനം തൈലം, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഒത്തിരി നല്ല ലേറ്റർ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ, തുടക്കക്കാർക്ക് അത്രയും വേണ്ട, പക്ഷെ ലേറ്റർ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ 1 വർഷമൊക്കെ നമുക്ക് അഡ്മിഷൻ ചെയ്തിട്ട് തന്നെ ചികിത്സ ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെ പോകും. കാരണം അവർക്ക് തീരെ നമുക്ക് വളരെയധികം ചെറിയ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അവരെ അഡ്മിഷൻ ചെയ്യിക്കാനായിട്ട് പറയേണ്ടി വരും. പക്ഷെ അല്ലാത്ത അവസ്ഥകളൊക്കെ നമുക്ക് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ശമനൌഷധീസ് വെച്ച് തന്നെ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് തുടക്കത്തിലെ തന്നെ ചികിത്സിക്കുക. വൈകിക്കുക തോറും നമ്മുടെ അവസ്ഥകള് മോശമായി കൊണ്ടുവരും. എപ്പോഴും തുടക്കത്തിലെ മടിയൊക്കെ മാറ്റിവെച്ച് തുടക്കത്തിലെ തന്നെ ചികിത്സിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്യുക, അതിനനുസരിച്ചുള്ള ഔഷധങ്ങൾ എടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു അവസ്ഥകളൊക്കെ നമുക്ക് ദീർഘിപ്പിച്ച് കൊണ്ടുവരാനും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കുറെ നാളത്തേക്ക് നമുക്ക് പ്രായമാകുമ്പോഴേക്കും ആവുകയാണെങ്കിൽ കുഴപ്പമില്ല. വളരെ ചെറുപ്പക്കാരിലൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലെ. അപ്പൊ അത് ശ്രദ്ധിക്കുക, രോഗം മൂർച്ഛിച്ച് കൊണ്ടുപോകാതിരിക്കാനായിട്ട്. അപ്പൊ ഇതിലെനിക്ക് പറയാനുള്ളത് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷമൊക്കെ അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അതായത് നല്ല ലേറ്റർ ആയിട്ടുള്ള സ്റ്റേജിലൊക്കെയാണ് പേഷ്യന്റ് എന്ന് വെച്ചാല് അവരുടെ ശോധന ക്ലിയർ ആവും. അതേപോലെ തന്നെ നടത്തം ഒരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു റിജിഡിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്യക്തതയുള്ള ഒരു നടത്തം ഉണ്ടാവില്ല. അതൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ സ്പീച്ചിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് പറ്റും. മെമ്മറി കുറച്ചൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് കൃത്യമായിട്ട് ആക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പൊ ആരംഭത്തിൽ രോഗിക്ക് ഫലം കൂടുതലും രോഗത്തിന് ഫലം കുറവുമായിരിക്കും. അവിടെ ചികിത്സിക്കാനായിട്ട് എളുപ്പമാണ്, അതെപ്പോഴും ആലോചിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗം മൂർച്ഛിക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും ഇത് പറയുന്നത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം അവസ്ഥകൾ ഒരിക്കലും നീട്ടിക്കൊണ്ടു പോകാനായിട്ട് പാടില്ല. നമുക്ക് കയ്യിൽ ഷിവറിംഗ് ഉണ്ടോ, ഉടനെ നിങ്ങൾ അതിനുള്ള ചികിത്സ എടുക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ ജീവിത രീതിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സൈക്ലിംഗ് നല്ലതാണ് ഈ ഒരു അവസ്ഥ മറികടക്കാൻ. അതുപോലെ നമുക്ക് ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാനായിട്ടുള്ള ഒരു ശ്രമം വരും. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് യോഗ, ചെറിയ ചെറിയ ആസനങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസുകൾ നല്ലതാണ്, അത് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊക്കെ വളരെ നല്ലതാണ് ഇത്തരം അവസ്ഥകൾ മറികടക്കാനായിട്ട്. പിന്നെ സൈക്ലിംഗ് വളരെ നല്ലതാണ്. ചെറിയ അവസ്ഥയിലൊക്കെയുള്ള ആൾക്കാർക്ക് സൈക്ലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അതൊക്കെ ചെയ്യാം. ഇനി കാരണങ്ങൾ ഞാൻ നേരത്തെ കുറച്ചേ
കുറച്ചേ പറഞ്ഞുള്ളൂ. കാരണങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെനറ്റിക്സ്, പാരമ്പര്യം, നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ മുത്തശ്ശനോ മുത്തശ്ശിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. വാദഹരമായിട്ടുള്ള ആഹാരങ്ങൾ, വാദഹരമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, വാദം കൂട്ടുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. പിന്നെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചില പൊടിപടലങ്ങള്, കെമിക്കൽസ്, അതുപോലെ തന്നെ ചില ലോഹങ്ങളുടെ ഉപയോഗം, ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട്, നമുക്ക് ശരീരത്തിൽ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട്, പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും. പിന്നെ അതുപോലെ കാർബൺ മോണോക്സൈഡ്, അത്തരം വിഷപദാർത്ഥങ്ങൾ. ഓക്കെ, പിന്നെ മെന്റൽ ഇഷ്യൂസിന് കഴിക്കും ചിലർ മെഡിസിൻ കഴിക്കുന്നവരുണ്ടാവും. ഒരുപാട് നാൾ അടുപ്പിച്ച് നമ്മൾ ഈ ചില മെഡിസിൻസ് അടുപ്പിച്ച് കുറെ നാൾ കഴിക്കുമ്പോൾ അത് നമുക്ക് ഇത്തരം അവസ്ഥകളിലേക്ക് പോകാനുള്ള സാധ്യത കൂട്ടും, പാർക്കിൻസൺസ് ഡിസീസ്. അതുപോലെ മസ്തിഷ്കത്തിൽ വരുന്ന മുഴ, അതുപോലെ തലയിൽ ഏൽക്കുന്ന ചില ആഘാതങ്ങൾ, ഇതൊക്കെ കാരണമായേക്കാം. ഓക്കെ, പിന്നെ ലൈംഗിക രോഗം, മനസ്സിലായോ, ചില തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള രോഗം, ഹൈ BP, ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ പ്രമേഹം അവസ്ഥ, പ്രമേഹത്തിന്റെ കൂടുതലായിട്ടുള്ള അവസ്ഥ, പിന്നെ കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, ഇതുപോലെ തന്നെ അലുമിനിയം ലോഹം കൊണ്ടുള്ള നമ്മൾക്ക് ഒരുപാട് സഹവാസം, ഒരുപാട് അലുമിനിയം ലോഹമായിട്ട് കൂടുതൽ നിങ്ങൾ പെരുമാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു പാർക്കിൻസൺസ് അസുഖം വരുത്താനുള്ള സാധ്യതയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പൊ ഇതൊക്കെ ഓർക്കുക. പിന്നെ ഭക്ഷണത്തിൽ വരുത്തേണ്ട വ്യത്യാസം എന്ന് വെച്ചാൽ വാദഹരമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. പരിപ്പ്, പയറുവർഗ്ഗങ്ങള്, പരിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പയർവർഗ്ഗങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് ചെറുപയർ കഴിക്കാം, മുതിര കഴിക്കാം, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കുക. പിന്നെ അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ക്യാരറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ് വാദം കുറയ്ക്കാനായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ അതുപോലെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഒരുപാട് തണുപ്പിച്ച ആഹാര പദാർത്ഥങ്ങള്, ഐസ്ക്രീം, അങ്ങനത്തെ സംഭവങ്ങൾ, തണുപ്പിച്ച് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുക. തണുപ്പിച്ച ആഹാര പദാർത്ഥം, കൂൾ ഡ്രിങ്ക്സ്, കോളകള്, ഇങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുക. ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ഇത്ര ഇഷ്യൂസ് ഉള്ളവർ ഒരിക്കലും ഉപയോഗിക്കരുത്. പിന്നെ അതുപോലെ റെഡ് മീറ്റ്, ചിക്കൻ, ബീഫ്, പശുവിറച്ചി, പിന്നെ അതുപോലെ തന്നെ അത്തരം, പിന്നെ എരിവ്, പുളി, ഉപ്പ്, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മീൻ കറി കഴിക്കുന്ന സമയത്ത് നമ്മൾ സീ ഫുഡ് അധികം കഴിക്കാതിരിക്കുക. കായൽ മത്സ്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഡയറ്റ് കൊണ്ടുവരിക. കഴിക്കേണ്ടത് പറയുകയാണെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഒരുപാട് വെള്ളം കുടിക്കുക. 3 ലിറ്റർ വെള്ളമെങ്കിലും, 2 to 3 ലിറ്റർ വെള്ളം നന്നായി കുടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നന്നായി ഉൾപ്പെടുത്തുക, ഇലക്കറികൾ നന്നായി ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും ശ്രമിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് ഒരു പരിധി വരെ നമുക്കിതൊരു ബുദ്ധിമുട്ട് ഒരുപാട് നാളത്തേക്ക് ദീർഘിപ്പിക്കാനായിട്ട് പറ്റും. ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ, സ്പീച്ചിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ, നടത്തത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ ഒക്കെ നമുക്ക് സാധിക്കും. അതുപോലെ ഷിവറിങ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓർക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് പേർക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. നാളെ വേറൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ healthy. Right.